Assalamualaikum warahmatullahi ta'ala wabarakatuhu. Bismillahirrahmanirrahim. Alhamdulillah. Wassalatu wassalamu ala ashrafil mahlukin wa ala alihi wa sahbihi ajma'in. Amma ba'd. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയ മുതഅല്ലിം സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, ഈ അസുലഭ മുഹൂർത്തത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ആഗതരായതിൻ്റെ ഉദ്ദേശം ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ചെങ്കൽകോട്ടക്കുന്നിലെ സിംഹഗർജനം. അതെ, ചെങ്കൽകോട്ടക്കുന്നിലെ സിംഹഗർജനം. കിസ്മത്തരുമാറബിൻമഹിമാ ജല്ല ജലാലിൻ മേൽസ്തുതി. കിസ്മത്തരുമാറബിൻമഹിമാ ജല്ല ജലാലിൻ മേൽസ്തുതി. ബിസ്മിൽ തുടങ്ങിടും ഹംദിൻ പുകളുകൾ തുടങ്ങിടും ഞങ്ങൾ വീരപ്പുലിയുടെ കിതു നിവർത്തിടല. കഥയുടെ സർവശങ്ങളും മോദി പറഞ്ഞ് സല്ലി സലാമത്തു മത്സലമോദിടാം ധീര വീരനാം തൈലമിൽ തന്നുടെ കഥ പറഞ്ഞിടട്ടെ. യമൻ ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്ത മണ്ണ്. പാവനദീനിന്റെ പാരമ്പര്യം കൊണ്ട് മോടയണഞ്ഞ ഭൂമിക. അവിടെ അൽസ എന്ന പ്രദേശത്തെ ഗ്രാമനിവാസികൾ പുതിയൊരു പുലരെ വരവേൽക്കുന്ന തിരക്കിലാണ്. അകലെ ചക്രവാള സീമയിൽ എന്തോന്ന് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങൾക്കിടയിലൂടെ വിദൂരത്ത് നിന്ന് കുതിരപ്പുറത്ത് കുതിച്ചെത്തുന്ന മനുഷ്യരൂപം ആൾക്കൂട്ടത്തിനടുത്തെത്തി. തന്റെ കുതിരയ്ക്ക് കടിഞ്ഞാണ്ടിട്ടുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണേ, ദൂതരായ റസൂലിൽ നിന്നും ദൗത്യമേറിയണഞ്ഞവരാണ് ധീരനാം ഫൈറൂസ് എന്നോർക്കും കത്തുമായി വന്നതാണ്. വൃത്തണം ധരിച്ചിടുന്ന അത്ഭുതം വിടർന്നിടുന്ന ചെഞ്ചുമച്ചുമപ്പിനാലെ സുമവദനം ആ കൽബ് തോകിടുന്നു സൽവാർത്ത കേട്ടപാടെ. തൽക്ഷണം പിടിച്ചിടെ ചെഞ്ചുമപ്പാലെ വദനം താരകപ്പൂങ്കാനിയായി വിടർന്നിടവേ. തൽക്ഷണം പിടിച്ചിടെ ചെഞ്ചുമപ്പാലെ വദനം താരകപ്പൂങ്കാനിയായി വിടർന്നിടവേ. ഞാൻ മദീനയിൽ നിന്ന് വരുന്നു. പുണ്യ റസൂലിന്റെ വൃദ്ധനാണ്. ആഗതം സ്വയം പരിചയപ്പെടുത്തി. ആരാണ് ഫൈറൂസ് ദലമി? അയാൾ ചോദിച്ചു. തളം കെട്ടി നിൽക്കുന്ന മൂകതക്കിടയിലുള്ള ജനക്കൂട്ടത്തിൽ നിന്നും സുന്ദരനും സുമുഖനും ആരോഗ്യതയുടെ കാതുനുമായ ഒരു യുവ കോമളൻ മുന്നോട്ട് വന്നു. ഞാനാണ് ഫൈറൂസ്, എന്ത് വേണം? ആഗതൻ തന്റെ കയ്യിലുള്ള കത്ത് ഫൈറൂസിന് കൈമാറി. ഇത് പുണ്യ നബിയുടെ സന്ദേശമാണ്. ഫൈറൂസ് അത്ഭുതാപാര തന്ത്രനായി വിറക്കുന്ന കൈകളോടെ അകം തുറന്ന് വായിക്കുകയാണേ. ആറ്റൽ റസൂലിന്റെ റിസാലത്താണ് ഏറെ പ്രിയദാനിൽ സലാമലൈക്കും. ആറ്റൽ റസൂലിന്റെ റിസാലത്താണ് ഏറെ പ്രിയദാനിൽ സലാമലൈക്കും. ദീനിൻ സലാമിനായി വധിച്ചിടണം ക്രൂര നസ്വദിൻ അറുത്തിടണം. കാര്യം അറിഞ്ഞിടെ വിറച്ചിടുന്നേ നാമം പുലർത്താനായി പുറപ്പെടുന്നേ. പ്രിയ നിറഞ്ഞ ഫൈറൂസ് ദലമിക്ക് മദീനയിൽ നിന്നും മുഹമ്മദ് നബി എഴുതുന്നത് എന്തെന്നാൽ അങ്ങേ ഞാൻ വലിയൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. കത്ത് വായിച്ചു കഴിഞ്ഞതും ഫൈറൂസ് ദലമിയുടെ അന്തരാളങ്ങളിൽ 1000 അക്തിജാലുകൾ പണം വിടരട്ടെ. സുബ്ഹാനല്ലാഹ്, യമനിന്റെ മണ്ണിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളെ വിഫലമാകാൻ ശ്രമിക്കുന്ന ക്രൂരതയുടെ പര്യായം അസ്വലുൽ ഹസീന മികച്ച രാജാവിനെ വധിച്ചു കളയാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതാണ് കത്തിന്റെ ഉള്ളടക്കം. എനിക്കതിന് സാധിക്കുമോ? അസ്വദിന്റെ പരിവാരങ്ങളെ തകർത്തു കളയാൻ ഈ പാവം ഫൈറൂസിന് ശക്തിയുണ്ടോ? കഴിയണം ഫൈറൂസ്, അതല്ലെങ്കിൽ താൻ എന്തിൽ മുസ്ലിമാണെന്ന് പറയണം. ഫൈറൂസ് ഹൃദയാന്തരങ്ങളിൽ നിന്ന് വന്ന ഗർജനം അദ്ദേഹത്തിന് ആത്മധൈര്യം പകർന്നു. എന്തോന്ന് തീരുമാനിച്ചതുപോലെ അദ്ദേഹം കുതിരപ്പുറത്ത് കയറി കുതിക്കുകയാണേ. ആത്മധൈര്യം വീരം കാട്ടി ദമിലമി അടുത്ത് കേട്ടപാടെ ഫൈറൂസ് അങ്ങ് കൊതിച്ചാണ്
ആ അസ്വദിന്റെ കോട്ട കണ്ട് ചുറ്റിലെ പരിവാരം കണ്ട് മുത്തിലും ഉമയായി കൊതിച്ചാണ് ആത്മധൈര്യം വീരും കാട്ടി ദമിലമി അടുത്ത് കേട്ടപാടെ പൈറുസങ്ങർ കൊതിച്ചാണ് ആ അസ്വദിന്റെ കോട്ട കണ്ട് ചുറ്റിലെ പരിവാരം കണ്ട് മുത്തിലും ഉമയായി കൊതിച്ചാണ് കൽബിൽ പൊലിഞ്ഞ മോഹം ഉള്ളിൽ വിരിഞ്ഞതാം കൽബിൽ പൊലിഞ്ഞ മോഹം ഉള്ളിൽ വിരിഞ്ഞതാം സബബുൽ ഇഹ്തിദാലി അത്ഫൽ ഇസ്ലാമി തേടിടുന്നു റബ്ബിനാലെ റഹ്മാന സബബുൽ ഇഹ്തിദാലി അത്ഫൽ ഇസ്ലാമി തേടിടുന്നു റബ്ബിനാലെ റഹ്മാന ഇലൈക നദോ ഐദിയനാ ഇലൈക നഫ്റുസു അഫ്രിദനാ വഖിനാ മിൻ ശറൂനി അദൈനാ വഖിനാ മിൻ ശറൂനി അദൈനാ തിങ്ങി നിൽക്കുന്ന ഈന്തപ്പനത്തോട്ടങ്ങളെയും ഉയർന്നു നിൽക്കുന്ന മണൽ കൂനകളെയും പിന്നിലാക്കിക്കൊണ്ട് ഫൈറൂസ് ദൽമി കുതിക്കുകയാണ്. ശരവേഗതയിൽ നമ്മുടെ കഥാനായകൻ അസ്വദിന്റെ കൊട്ടാരത്തിന് മുന്നിലെത്തി. ആരെയും അത്ഭുതപ്പെടുത്തുന്ന അമ്പര ചുംബി, ആർക്കും ഭേദിക്കാനാവാത്ത ചെങ്കൽ കൊട്ടാരം. മുന്നിൽ സുരക്ഷാവലയം തീർത്ത് ഉലാത്തുകയാണ് സായുധ സജ്ജരായ പാറാവുകാർ. ഇല്ല, ഒരു സുരക്ഷാ വഴിയും ഭേദിച്ചു കടക്കാനാവില്ല. രാത്രിയാവട്ടെ, ഫൈറൂസ് ദൽമി കാത്തിരിക്കുകയാണേ. ഇരുളിൻ പടർപ്പുമക പറക്കവെ തുടരെ തിളമിയോടി അടുക്കവെ ഇരുളിൻ പടർപ്പുമക പറക്കവെ തുടരെ തിളമിയോടി അടുക്കവെ ചാടി അടുത്തിട കുത്തു കൊടുത്തിട അസ്വദിഞ്ചതന അകചിതറിട ചാടി അടുത്തിട കുത്തു കൊടുത്തിട അസ്വദിഞ്ചതന അകചിതറിട ഓടിടും ചിലർ ചാടിടും അവർ കണ്ട പാടെ മാറിടും അവർ ഓടിടും ചിലർ ചാടിടും അവർ കണ്ട പാടെ മാറിടും അവർ. പടിഞ്ഞാറ് ചക്രവാള സീമയിൽ സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. പള്ളിമിനാരങ്ങളിൽ നിന്നും മഗ്രിബിന്റെ ബാങ്കുധ്വനി ഉയർന്നപ്പോൾ ഫൈറൂസ് ദൽമിയുടെ ഹൃദയമെടുപ്പ് വർദ്ധിച്ചു. അദ്ദേഹത്തിന് ഇരു കൈകളും നാഥനിലേക്ക് പ്രാർത്ഥിച്ചു. നാഥാ, നിന്റെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഈ പാവം ഫൈറൂസ് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. റഹ്മാനെ, നീ സഹായം ചൊരിയണേ റബ്ബേ. ഇരുട്ടിന്റെ കാർക്കൂന്തൽ ഭൂമിയിലേക്ക് അടർന്നു വീണു. ഇരുതല മൂർച്ചയുള്ള കടാര കയ്യിലേന്തി ഫൈറൂസ് ദൽമി കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചതും ഗാഠനിദ്രയില്ലാണ്ട് ഇസ്ലാമിന്റെ ശത്രുവിനെ കണ്ടപ്പോ ആ ശിരസിലങ്ങ് താഴ്ത്തി തെറിച്ചു വീണ ശിരസ് കുന്തത്തിൽ ചാർത്തിക്കൊണ്ട് കൊട്ടാരത്തിന് മുകളിലേക്ക് കയറിയതും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ തക്ബീർ ധ്വനികളാൽ അന്തരീക്ഷം പ്രകമ്പനം കൊള്ളി. താഴെ നിൽക്കുന്ന പാറാവുകാർ നിശ്ചലരായി. ഇല്ല, ഇനി രക്ഷയില്ല, കീഴടങ്ങുക തന്നെ. പാടാം യമനിൻ മണ്ണിൽ ദീനിൻ പുകള് പാടിടാം ജനന സ്വരത്തിൽ വധയും ദിനമില് പരമതി കണ്ടൊരു സയ്യിദരാ ധൈര്യം എന്നൊരു നായകനാ യമനിൻ മണ്ണിൽ ഉശിരോടെ കൽബിൽ നിറയും പൊലിവോടെ അലത്തിൽ അല്ലാഹ് അനുഗ്രഹത്താൽ യമനിൻ നൽകിയ നിഅമത്ത് അലത്തിൽ അല്ലാഹ് അനുഗ്രഹത്താൽ യമനിൻ നൽകിയ നിഅമത്ത്. ഇതോടെ ഈ കഥാപ്രസംഗത്തിന് തിരശീല വീഴുകയായി. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Next